ഞാൻ ഇന്ന് എന്റെ കോളേജിൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു മാറ്റം ആരും ജന്മത്ത് വിചാരിച്ചു കാണില്ല. ഒരു കോളേജിലാണോ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കഴിഞ്ഞ നമ്മുടെ കോളേജിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, വണ്ടി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിയറിംഗ് ഇവിടെ മാറിയാൽ അടിപൊളിയായിരിക്കുമെന്ന്. നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്നത് നോക്കിക്കേ, നമ്മുടെ കോളേജിന് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ്ങുകളുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോഡി കിറ്റും അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗും ചെയ്യുന്ന നമ്മുടെ രാജ ഓട്ടോമൊബൈൽസ് തൊടുപുഴയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് ഇത് നോക്കിക്കാൻ നിങ്ങൾ, എന്റെ പൊന്ന് ശാന്തിച്ചേട്ടാ, ഓരോ തവണ ഇവിടെ വരുമ്പോഴും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഈ റൂമിൽ മൊത്തം സ്റ്റിയറിംഗ് ആണ്. ദേ ഇരിക്കുന്നതെല്ലാം സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ദേ 5 മോഡലാണ് എന്റെ മുന്നിലെടുത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്കങ്ങ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ അകത്ത് ഒരാൾ കയറി കണ്ടു കഴിഞ്ഞാലും പൊളി എന്ന് പറയണം. ഓക്കെ, ആ ടൈപ്പിലുള്ളതാണെങ്കിൽ നമുക്ക് LC300 സ്റ്റിയറിംഗ് ചെയ്തായിരിക്കും നല്ലത്. ഇതായിരിക്കും ബെറ്റർ. അത് കാർബൺ ഫൈബർ വിത്ത് ലെതർ ഫിനിഷ് ആണ്. ഇത് വരുന്നത് ഫുൾ ലെതർ ഫിനിഷിംഗ് ആണ്. ഇതും സിൽവർ ലോഗോ ആണ്, LC300 ആണ്. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലുക്ക് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ കോളേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിയറിംഗ് ആണിത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർബൺ ഫൈബർ ഫിനിഷിങ്ങിൽ ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടി വരുന്ന അടിപൊളി ഐറ്റം ആണ്. ഇതിൽ ഈ ഒരു ബട്ടൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനുമായിട്ട് കണക്റ്റും ചെയ്യാൻ പോവാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള പ്രീമിയം സ്റ്റിയറിംഗ് ചെയ്യാനുള്ള ഫണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ശാന്തചേട്ടൻ്റെ അടുത്ത് ഇതേപോലുള്ള സ്റ്റിയറിംഗുകളും അവൈലബിൾ ആണ് കേട്ടോ. ഈ ടൈപ്പ് സ്റ്റിയറിംഗ് ചെയ്യാൻ വരുന്നവരുടെ വണ്ടിയിലുള്ള പഴയ സ്റ്റിയറിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ന്യായമായുള്ള വിലക്ക് അല്ലേ ചേട്ടാ? ഒരു ന്യായ വിലക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പുതിയ സ്റ്റിയറിംഗുകളുടെ സ്റ്റോക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴും സ്റ്റോക്ക് കാണും. ഇപ്പൊ ഇതൊരു സെക്കൻഡ് സ്റ്റിയറിംഗ് ഒക്കെ വല്ലപ്പോഴേ വരത്തുള്ളൂ സ്റ്റോക്ക്. അപ്പോൾ ആ ഒരു സമയത്തൊന്ന് ബുക്ക് ചെയ്തിടുക അല്ലെ? ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ശാന്തചേട്ടൻ നിങ്ങളെ കറക്റ്റ് സമയമാകുമ്പോൾ ഈ സാധനം വരുന്ന സമയത്ത് വിളിച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ വണ്ടിയിലെ പഴയ സ്റ്റിയറിംഗ് മാറ്റി ഇതേപോലെയുള്ള പുതിയ മോഡൽ സ്റ്റിയറിംഗ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫർ ശാന്തചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിയിലെ പഴയ സ്റ്റിയറിംഗ്, അതായത് ഈ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ പഴയ മോഡൽ സ്റ്റിയറിംഗുകളാണ്. ഈ ഒരു സ്റ്റിയറിംഗ് നമ്മുടെ ശാന്തചേട്ടൻ, ഇതൊരു ഇന്നോവയുടെ ആണല്ലേ? ഇത് ഇന്നോവയുടെ പഴയ സ്റ്റിയറിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് മാറിയിട്ട് ഈ ഒരു സ്റ്റിയറിംഗ് വെച്ചിട്ട് പോയ കസ്റ്റമറിന്റെ ഈ ഒരു പഴയ സ്റ്റിയറിംഗ് ഒരു നല്ല വിലക്ക് നമ്മുടെ ശാന്തചേട്ടൻ ബൈബാക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിയറിംഗിന്റെ വിലയിൽ നിന്ന് പുതിയ സ്റ്റിയറിംഗിന്റെ വിലയിൽ നിന്ന് ഇതിന്റെ വില കുറയ്ക്കും. ഈ കാണുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മുടെ കോളേജിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഈ ഇരിക്കുന്ന സ്റ്റിയറിങ്ങുകളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ചേട്ടാ, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിയറിംഗ് ഇപ്പൊ നമ്മൾ കണ്ടു. അത് കൂടാതെ തന്നെ ബാക്കിയുള്ള മോഡലുകൾ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നതാണല്ലേ? ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ വരുന്ന ക്രിസ്റ്റയിലൊക്കെ വരുന്ന, അതെ, ഇത് നമുക്ക് ടൊയോട്ടയുടെ ഏത് വണ്ടിയിലും ഫിക്സ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്ത് വരുന്നത് ഇത് മറ്റേ GR ഡിഷനാണ്. GRന്റെ ബാഡ്ജിങ് വരുന്ന GR സ്പോണ്ട് സ്റ്റിയറിംഗ് വരുന്നത്. ഓക്കെ, ഇത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. കൈ പിടിക്കുമ്പോൾ തന്നെ ക്വാളിറ്റി അറിയാം. ഇതൊരു വുഡൻ ഫിനിഷിംഗ് വിത്ത് ലെതർ ആണ് വരുന്നത്. അപ്പൊ ഇതൊരു മോഡൽ. അതോടൊപ്പം തന്നെ നമുക്ക് ലാൻഡ് ക്രൂയിസറിന്റെ തന്നെ വേറൊരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് റൗണ്ട് സ്റ്റിയറിംഗ് ആണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ശാന്തചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല, ഒരു വെറൈറ്റി അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡീക്കട്ട് ആണ് കേട്ടോ. അപ്പൊ അതേ ലാൻഡ് ക്രൂയിസറിന് തന്നെ റൗണ്ട് ടൈപ്പ് മോഡൽ നമ്മുടെ ശാന്തചേട്ടന്റെ അവൈലബിൾ ആണ്. ഇത് ഫുൾ ലെതർ ആയിരിക്കും. ഫുൾ ലെതർ ആണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം. അതെ, പ്രീമിയം. നമ്മുടെ പ്രീമിയം സാധനം. ഇത് നമുക്ക് വരുന്നത് കാർബൺ ഫൈബർ ഫിനിഷിംഗ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ലെതർ റാപ്പിംഗ് വരുന്നുണ്ട്. കൂടാതെ തന്നെ എന്താ പറയാ, ഒന്നും പറയാനല്ല, സാധനം സെറ്റ് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലെ പഴയ സ്റ്റിയറിംഗ്. അപ്പൊ ഇതാണ് നമ്മൾ മാറാൻ പോണത്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പൊ ഇതും കൂടെ ഒരു പഴമയായിട്ട് തോന്നുന്നു. അപ്പൊ ഇത് കൂടെ അങ്ങ് മാറിയേക്കാം. അപ്പൊ ഇനി ഇത് അഴിക്കണം. ഇത് ഫുൾ അഴിച്ച് എടുത്തിട്ട് വേണം നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്ന. അതിന് മുന്നായിട്ട് ക്ലോക്ക് സ്പ്രിംഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ വണ്ടിയിൽ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ് ഈ കാണുന്ന സ്പൈറൽ കേബിൾ. ക്ലോക്ക് സ്പ്രിംഗ് എന്നും അതന്നെ, ക്ലോക്ക് സ്പ്രിംഗും സ്പൈറൽ കേബിളും രണ്ടും സെയിം ആണ്. അപ്പൊ ഈ കാണുന്ന ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമായിരിക്കും. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. അപ്പൊ ഇനി തൊട്ട് എന്റെ വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾസ് വർക്ക് ചെയ്യും, എല്ലാം വർക്കാവും. ക്രൂയിസ് കൺട്രോൾ അടിച്ചല്ല അല്ലെ? ഓഡിയോടെ ഫുൾ, അതായത് എന്റെ വണ്ടിയിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നമ്മുടെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വർക്ക് ചെയ്യും. നിങ്ങൾ ഈ കാണുന്ന LCയുടെ സ്റ്റിയറിംഗ് നമ്മുടെ കോളേജിലേക്ക് പിടിപ്പിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. കാരണം ഒരു 2004 വണ്ടിയിലേക്ക് ഒരു പുതിയ സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം
നമ്മൾ ഇതിൽ ക്ലോക്ക് സ്പ്രിംഗ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗിലുള്ള ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോളുകൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ക്ലോക്ക് സ്പ്രിംഗും കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗിൽ നമ്മുടെ ഈ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ കോളിസിൽത്തെ നമ്മുടെ LCയുടെ സ്റ്റിയറിംഗ് വീല് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബട്ടൺസുകളെല്ലാം നമുക്ക് പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളിന്റെ ഈ ഒരു സെക്ഷൻ ഒഴിച്ച് ഇതെല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിലോട്ട് നമുക്ക് വയറിംഗ് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു ബട്ടണുകളുടെ വയറിംഗ് കൊടുക്കണം. കീ 1 കീ 2 പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. സംഭവം പൊളിച്ച് ഒന്നും പറയാനില്ല, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിസിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലാൻഡ് ക്രൂയിസറിന്റെ ആ ഒരു സ്റ്റിയറിംഗ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങോട്ടേക്ക് നോക്കിക്കേ. ഈ കിടക്കുന്നത് ഒരു ഫോർച്യൂണറിനെ നമ്മുടെ ലാൻഡ് ക്രൂയിസർ LCയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തരംഗമായ ഒരു സംഭവമാണ് അല്ലെ. ബോഡി കിറ്റ് കൺവേർഷൻ ഇവർ ചെയ്യുന്നുണ്ട്. ഫോർച്യൂണർ ലെജൻഡർ ആക്കുന്നു അല്ലെ. കൂടെ തന്നെ നമ്മുടെ ഇന്നോവ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് മോഡിഫിക്കേഷൻ വർക്കുകൾ നമ്മുടെ രാജ ഓട്ടോമൊബൈൽ ചെയ്യുന്നുണ്ട്. ചേട്ടാ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തേ. കറക്റ്റ് ലൊക്കേഷൻ തൊടുപുഴയാണ്. തൊടുപുഴ വെങ്ങല്ലൂർ കൊലാനി ബൈപ്പാസിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ബോഡി കിറ്റ് കൂടാതെ തന്നെ സ്റ്റിയറിംഗ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷാൻചോനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ പലതവണ സ്ക്രീനിൽ പോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവർക്ക് വണ്ടിയുടെ ബോഡി വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ബോഡി കിറ്റും കാര്യങ്ങളും നിങ്ങൾ ഇന്ന് വരെ കണ്ടില്ലാത്ത രീതിയിലുള്ള ബോഡി കിറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം നമ്മുടെ ഷാൻചോട്ടൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി കിറ്റ് എല്ലാം ഒരു 3500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലെജൻഡർ കൺവേർഷൻ കിറ്റ് പുറത്ത് പോവുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഷാൻചോട്ടാ? പുറത്ത് കമ്പനി ചെയ്യുവാണെങ്കിൽ എന്തായാലും 5 lakh വരും. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന ബോഡി കിറ്റുകൾ ഷാൻചോട്ടൻ കൊടുക്കുന്നത് വെറും 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയ്ക്കാണ്. അത് ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവ് കൊടുക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ല. അതാണ്. പിന്നെ ഇവിടെ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ ബോഡി കിറ്റ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ പലതവണ നമ്പർ പോയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഷാൻചോട്ടാ അപ്പോൾ താങ്ക് യു.